വീഡിയോസും ഒരു എൻ്റെ ഒരു ലെവലിൽ 10, 15, 20, 30 ആയി കൂടുതൽ വ്യൂസ് ഒന്നും വരാൻ പോകുന്നില്ല. ലൈക്ക് 1-2 കിട്ടിയാലായി, അത്ര തന്നെ. അപ്പം ശരി മൈ ഡിയർ വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ ആര്യയെ സ്വാഗതം ചെയ്യുന്നതെന്നല്ലേ? ശരിയാ, എൻ്റെ വീഡിയോസിന് 5-10 വ്യൂസൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് സ്വാഗതം ചെയ്യാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പല വീഡിയോസും കാണുമ്പോൾ ഇതേമാതിരി മൈ ഡിയർ വ്യൂവേഴ്സ്, നിങ്ങൾ കുറേ മാസങ്ങളായി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുക, എൻ്റെ അമ്മേ ഇവർ വലിയ പുള്ളിയാണല്ലോ, ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒരുപാട് പേര് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരെ പ്രൊഫൈലിൽ കയറിപ്പോയാൽ, അവർ ചാനലിൽ കയറിപ്പോയാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളെക്കാട്ട് ശോകാവസ്ഥയിലായിരിക്കുന്നു. അപ്പം അവിടെ നിന്ന് ഞാൻ പഠിച്ചൊരു പാടാട്ടോ, നമ്മൾ വീഡിയോസ് 5-10 പേരെ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ അങ്ങോട്ട് നല്ല വൈബിൽ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? നിങ്ങളിൽ പലരും നേരിട്ടും അല്ലാതെ മനസ്സിലും വിചാരിച്ചൊരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇവളെന്തിനാ ഈ ഡെയിലി വീഡിയോസ് ഇടുന്നത്? ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലേ? എന്ത് കണ്ടിട്ടാണ്? കാരണം അത്ര വ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല, സബ്സ്ക്രൈബേഴ്സും വരുന്നില്ല, പിന്നെ എന്തിനാ ഈ ഡെയിലി കണക്കിന് ഷോർട്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? നിങ്ങൾ പലരും എന്നോട് ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യത്തല്ലേ, അതിനുള്ള ഉത്തരമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, ഇവൾ ഫുൾ ടൈം ഫോണിൽ ഈ വീഡിയോ പിടുത്തോ എഡിറ്റിങ്ങുമായിട്ട് നടക്കുകയായിരിക്കും. സത്യത്തിൽ വളരെ കുറച്ചൊരു 1/2 hour മാത്രമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റിങ്ങിനും എടുക്കാനും വേണ്ടി ചിലവഴിക്കുന്നത്. എന്താ അറിയാം, ഞാൻ ഫസ്റ്റ് ടേക്കിൽ എടുക്കും. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, തീരെ പെർഫെക്റ്റ് ആയിരിക്കില്ല. എഡിറ്റിംഗ് ആണെങ്കിലും നമുക്ക് വലിയ എഡിറ്റിംഗ് നോളജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം തട്ടിമുട്ടി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 1/2 മണിക്കൂർ മാത്രമേ ഞാൻ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നുള്ളൊരു ക്വസ്റ്റ്യന്, എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഓരോരോ ഹോബീസ് ഉണ്ടാവും അല്ലേ? ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും, ഡാൻസ് കളിക്കാനായിരിക്കും, പിന്നെ ഇപ്പോൾ ഒരുപാട് കേക്ക് മേക്കിംഗ് അത് ഇത് എന്ന് പറഞ്ഞ ഒരുപാട് ഹോബീസ് ഉണ്ട്. അപ്പം ആരും അങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ വക കഴിവുകളൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോബീസും എനിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദിവസം നമ്മുടെ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യണം? എന്തിലെങ്കിലും എൻഗേജ് ആവണ്ടേ? അപ്പം അതിന് ഞാനിപ്പോൾ കണ്ടെത്തിയൊരു വഴിയാണ് ഇത്. ഈ ഒരു അവസരത്തിൽ ഞാൻ 2-3 പേരോട് നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് വലിയ നേട്ടമൊന്നും ഇല്ലെങ്കിലും നമ്മളിടുന്ന വീഡിയോസിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന 2-3 പേര്. അതിൽ ഫസ്റ്റ് പറയുന്നത് എൻ്റെ കസിനായിട്ടുള്ള അമൃതേനെ തന്നെ കേട്ടോ. അമൃത ചേച്ചി, അവരുടെ പെറ്റ് നെയിം വരെയാണ്. എന്തായാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ആ പെറ്റ് നെയിം ഞാൻ പറയുന്നില്ല, അമൃത ചേച്ചി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ മാളൂസ്, അമൃത ചേച്ചീൻ്റെ മോളാണ് കേട്ടോ. തമാശ രീതിയിൽ പറയാം, അവൾ വീഡിയോസ് കണ്ടിട്ടാണ് പല ദിവസവും ഉറങ്ങുന്നത്. ഇനി അവൾ പേടിച്ചുറങ്ങാൻ വേണ്ടിയിട്ട് അത് കാണാൻ പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവൾ ആ വീഡിയോസ് കണ്ടിട്ട് ഉറങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. അവൾ ഒരുവിധം എല്ലാത്തിനും ലൈക്കും അടിക്കുന്നുണ്ട്, കമൻ്റ് അടിക്കാനൊന്നും അറിയാത്തതുകൊണ്ട് ലൈക്ക് അടിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ മാളൂസിന് ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ ഒരു കസിനുണ്ട് മിന്നു, സോറി അമൃത, ഞങ്ങൾ മിന്നു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അമൃത, അവളിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കേട്ടോ. അപ്പം ഇപ്പോൾ കുറേ വെറുപ്പിക്കൽ അവളെ അടുത്താണ്. അതായത് എന്തെങ്കിലും ഡൗട്ട്, ഇത് പോസ്റ്റ് ചെയ്യണോ, ഇത് പോസ്റ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഡൗട്ട് ചോദിക്കുന്ന അവളുടെ അടുത്താട്ടോ. അപ്പം അവൾ പറഞ്ഞ ഒരു ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു സംഭവം എനിക്ക് വളരെയധികം എന്താ പറയുക, ഇനിയും വീഡിയോസ് ഇടാൻ എന്നെ ഇൻസ്പയർ ചെയ്യാന്ന് പറയുന്നില്ലേ. അപ്പം ഏതൊരാളെ പോലെ തന്നെ പെട്ടെന്ന് മോണിറ്റൈസ് ആവാന്നുള്ള മോഹത്തിൽ യൂട്യൂബ് തുടങ്ങിയ ആളാട്ടോ ഞാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മോണിറ്റൈസേഷൻ നമുക്ക് പറഞ്ഞ പണിയല്ല. ഇത്ര വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം, ഇത്ര സബ്സ്ക്രൈബറൊക്കെ വേണം, അത് ചില്ലറ പണിയൊന്നുമല്ല. അപ്പോൾ അവൾ തുടങ്ങിയപ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ അവൾ മോണിറ്റൈസേഷൻ്റെ കാര്യമൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, ഞാനിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതേമാതിരി നമ്മൾ എൻ്റെ ഇടയ്ക്ക് എൻ്റെ ചാനലിൽ കുറച്ച് വ്യൂസ് കൂടിയപ്പോൾ വീണ്ടും ഈ മോണിറ്റൈസേഷൻ ആഗ്രഹം അങ്ങോട്ട് പൊന്തി വന്നു. പിന്നെ ആ വ്യൂസ് കൂടിയപ്പോൾ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ആ കൂടിയ വ്യൂസ് തന്നെ ഒന്നും അല്ല, അതുകൊണ്ടൊന്നും ആവില്ല. അപ്പം ഞാൻ ഒരു ദിവസം കാഷ്വലി അവളോട് പറഞ്ഞു, എടാ മോണിറ്റൈസേഷൻ ഒന്നും നമുക്ക് പറ്റൂല, ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ എന്നോട് പറയാം, അല്ലെങ്കിൽ ആരും മോണിറ്റൈസേഷൻ, എനിക്കത് ഫസ്റ്റ് തന്നെ മനസ്സിലായതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല. പിന്നെ ഞാൻ ചോദിച്ചു, ഓക്കെ പിന്നെ എന്തിനാ ഈ വീഡിയോസ് നമ്മൾ ഇടുന്നത്? അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളതിനൊരു തെളിവൊക്കെ വേണ്ടേ? ഭാവിയിൽ നമ്മളെ മക്കളൊക്കെ നമ്മളെ മരിച്ചു കഴിഞ്ഞ് നമ്മളെ മിസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോസ് നോക്കാനും ഒക്കെ ഒരു സംഭവമല്ലേ അല്ലേ? ശരി. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണ്. എൻ്റെ വളരെ ടാലൻറ്റും വളരെ അച്ചീവ്മെൻറ്റ്സും ഒന്നും ലൈഫിൽ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ റിമെമ്പർ ചെയ്യണമെങ്കിൽ, എന്നെക്കുറിച്ച് ഓർക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കോപ്രായങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ എടുത്ത് നോക്കാനും ഇവളിങ്ങനെയായിരുന്നു എന്നും നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു മാർക്കാണല്ലോ അല്ലേ? അപ്പോൾ ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ശരി, അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. മോണിറ്റൈസേഷൻ സ്വപ്നങ്ങളൊക്കെ
എന്താ പറയുക പൊഴിഞ്ഞു. പിന്നെ വ്യൂസും വളരെ അതിൻ്റെ ഇടയ്ക്കൊന്നും കൂടി വന്നു. പിന്നെയും പഴയ മാതിരി തന്നെയായി. ലൈക്സും കമൻസും ഒന്നും ലൈക്സൊക്കെ വളരെ കുറവായിട്ട് വരുന്നുണ്ട്. അപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, നിനക്ക് ഇതന്നെയാണോ പണി എന്നുള്ള രീതിയിൽ, എന്തിനാ നീ വീഡിയോസ് ഇടുന്നേ, കാരണം വ്യൂസ് ഒന്നും ഇല്ല, പിന്നെ എന്തിനാ ഡെയിലി തക്കവണ്ണം ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കുറേ പേര് മനസ്സിൽ തോന്നിയ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുമില്ല. അപ്പം എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നതെന്നുള്ളൊരു ആൻസർ ആട്ടോ അത്.